ഹലോ ഗൈസ്, അസ്സലാമുഅലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ മക്കളെ, നമ്മൾ വീണ്ടും മോനുനായിട്ട് ദർശക്ക് പോവുകയാണ്. ചേളാരി ദർശക്കാണ് പോകുന്നത്. അപ്പൊ അവിടെ നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ഇപ്രാവശ്യം ഏതായാലും ചേളാരി മോന് പോകുന്ന ദർശനത്തിന്റെ ഭാഗങ്ങൾ, അവിടുത്തെ ചുറ്റുപാടുകളൊക്കെ വീഡിയോയിൽ കാണിക്കാം. അപ്പൊ ഫസ്റ്റിൽ അവൻ പോയിട്ട് അന്ന് സ്വയം പോയതാണല്ലോ. അപ്പൊ ഞങ്ങൾ കണ്ടിട്ടില്ല, പോവാണ്. ഓക്കെ, അപ്പൊ പുതിയ ദർശന്റെ എന്തൊക്കെയാണ്, പുതിയ ദർശന്റെ കാര്യങ്ങൾ എന്തൊക്കെയാന്നൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. ആർക്കെങ്കിലും ഉപകാരപ്പെടും. ചേരാളിക്ക് പോവാണ് പൊന്നു, ചേരാളിക്ക് പോവാണ്. അപ്പൊ ഇനി പെരുന്നാക്ക്, ഇനി വലിയ പെരുന്നാക്കാണ് പൊന്നു മോന് വരുള്ളൂ അല്ലേ? അതിനുള്ള ദിവസമുള്ളൂ. കാക്കാന്റെ കൊണ്ടുവരാൻ വിളിച്ചൂടെ? 15-ാം തീയതി കാക്ക പോണില്ല. 15 മറ്റന്നാളാണ്. അപ്പോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കാം. അപ്പൊ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യണ്ടട്ടാ. അപ്പൊ പുതിയ ദർശന്റെ ചുറ്റുപാട് കാണാം. പോവാം നമുക്ക്. പൊന്നോണേ, എന്നാ വേഗം വെച്ചപ്പോക്ക് ഇതിന് ചോട്ടക്കല്ലോ. ആളുവാ മോന് പോവണേ ഉണ്ടാക്കാ. ഇപ്പൊ മണഞ്ഞല്ലോ, അങ്ങനെ അടച്ചിട്ടാണ് ചൂട് കൊടുക്കണ എങ്ങനെ. അപ്പൊ പൊന്നു മുമ്പ് കയറിക്കുന്ന ഒരാൾ മുമ്പ് കയറിക്കോളി. അപ്പൊ ഏതായാലും 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം പോകണെങ്കിലേ. അപ്പൊ ചേളാരി അവിടെ ദർശനം ഞങ്ങൾ പോയിട്ടില്ല. അപ്പൊ ഒന്ന് കാണാം, വീഡിയോയിൽ ഉൾപ്പെടുത്തട്ടാ. പോയി നോക്കാം. മാളിന് അങ്ങനെ വിഷമം പോലെ നല്ല കാര്യത്തിന് വേണ്ടിട്ടില്ല ഇല്ല മോനോ. പോയിക്കൊണ്ടേയിരിക്കണേ. നമ്മളെ തിരിയാനുള്ള പഴയ സ്ഥലമല്ല, വേറെ സ്ഥലത്തിലെ തിരിയാളല്ലേ. സാധാരണ നമ്മള് തിരിയൽ ഇവിടെ നമ്മളെ എന്താണ് കക്കാട്, കക്കാടല്ല, വെന്നൂര്, വെന്നൂര്. ഇവിടെ തിരിയില്ല, ഇവിടെ തിരിയില്ല, ഇവിടുത്തെ കഴിഞ്ഞു. രസം കൊടിഞ്ഞപ്പള്ളി അടിപൊളി രസായിരുന്നു. ഏതായാലും മോനോ നമ്മള് പഠിച്ചോളം കണക്കാക്കിയെടുത്തൊക്കെ എത്തും. സത്യമാണ്. ഇവിടേക്കൊക്കെ കണക്കാക്കി ശരിക്കും നമ്മള് ദർശ ജീവിതം അങ്ങനെയാണ്. ഉസ്താമാര് പോകുമ്പോ ഉസ്താമാരെ ഇഷ്ടപ്പെട്ട ഒരു ഉസ്താമാരെ കൂടെ പോകും. അതിന് പെട്ടെന്ന് എത്തുമല്ലോ. ഓണിഞ്ഞ് ഞങ്ങള് കൊണ്ടുവരാൻ പറ്റില്ലെങ്കിലും ആ ബസ് കയറി വരും. അവിടെ നേരെ തൃശ്ശൂർ ബസ് കയറിയാൽ ചെങ്കവട്ടിയിലോ അല്ലെങ്കിൽ നമ്മള് തോട്ടിങ്കല എട്ടരിക്കോടൊക്കെ ഇറങ്ങാം. നല്ല സുഖം. നേരിട്ട് അവിടെ കഴിഞ്ഞ പ്രാവശ്യം തന്നെ പറഞ്ഞില്ല, എന്നാലും നടന്നാൾ അവിടെ നിന്നാണ് വന്നത്. എത്ര കിലോമീറ്ററാ? 4. ഞാൻ കൊണ്ടുവരാൻ വേണ്ടി അവിടെ ചെന്നപ്പോ ഇപ്പൊ നടന്ന് ഇവിടെ എത്തിക്കണ്. ഞാൻ അവിടെ ചെന്നപ്പോ കാണില്ല. അപ്പൊ മാളുവിനെ വിളിച്ചു നോക്കുമ്പോ പറഞ്ഞേ ഓ ഇവിടെ എത്തിക്കണ്. നിങ്ങള് വരുമ്പോ ഇങ്ങനെ പിന്നെ കൊറച്ച് പോയതല്ലോ. നിങ്ങള് വരുമ്പോ കയറിച്ചിട്ട് ഇങ്ങനെ നടന്ന് ഇങ്ങനെ അങ്ങനാണ്ട് എത്തിയാണല്ലേ. അല്ല അവിടെ തോട്ടനുമ്പോ കൂടി നടന്നാ പെട്ടെന്ന് എത്തൂലേ? തോട്ടനുമ്പോ കൊണ്ടിക്കല്ലേ കുട്ടാട്ടക്കിലെത്താ. എല്ലായിടത്തും വരമ്പില്ലല്ലോ ഇപ്പൊ. പഴയ കാലം എന്ന് പറഞ്ഞാല് ആളുകളൊക്കെ വരമ്പ് കൂടി നടന്നീന്ന്, ഇപ്പൊ ഇല്ലല്ലോ. പല ഭാഗത്തും ഇപ്പൊ വരമ്പുകളൊന്നും ഇല്ല. അങ്ങനെ പൊന്ത പിടിച്ച് കിടക്കാണ്. പൊന്നോ ചേളാരി പള്ളി കാര്യങ്ങൾ കാണിച്ചു തരാം. പിന്നെ പൊന്നോ ഇത് ആരായിട്ടാണ് ഉണക്ക് വഴക്കൂടുക തിരക്കൂടുക മോൾട്ടിന് വരിക. മെയിൻ തല്ലുണ്ടാക്കി കുട്ടിമോനാണ്. എന്തോരം തല്ലുണ്ടാക്കാൻ അറിയോ? എന്നാ ഓൻ എല്ലാവരുടെയും ഉണ്ടാകാൻ നിൽക്കൊണ്ടാണ്. തല്ലുണ്ടാക്കാൻ നല്ല ഉസാറാണ്. അപ്പൊ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ. ബാക്കി കാണിച്ചാ എന്താണ് ഓനെ കിടക്കണ സ്ഥലൊക്കെ ഹോസ്റ്റലാവുമ്പോ നമ്മക്ക് പള്ളിയുടെ കൂടെയാണ് പോക്ക്. ചിലപ്പോ പോകാൻ പറ്റൂല. അപ്പൊ ഇങ്ങക്ക് എനിക്ക് വരാൻ പറ്റൂല. അപ്പൊ നിങ്ങള് വീഡിയോ എടുത്തോണ്ട് കാണിച്ചു തന്നാ മതി. പോയൊക്കെ എന്തൊക്കെ ആവാനാവോ. അപ്പൊ നമ്മളെ ചേളാരി ഗ്യാസ് പ്ലാന്റ് ആണ് ഈ കാണുന്നത് കേട്ടാ. അതിന്റെ സൈഡിൽ കൂട്ടിയുള്ള റോഡാണ്. എന്താണ് മോനോ ചെനക്കിലെ വേറെ റോട്ടിൽ കൂടി ഒക്കെ കണ്ടു പോന്നെ. നല്ല രസം ഇവിടെ കാണാം. ഇവിടെ എന്തൊക്കെ വലിയ എന്തൊക്കെയുണ്ടല്ലേ. ഗ്യാസിനോട് ബന്ധപ്പെട്ടാണ്. അതുപോലെ വില്ലകളൊക്കെ ഉണ്ട്, അടിപൊളി വില്ലകളുണ്ട്. മോന് കരിമ്പ് ജ്യൂസ് ആണോ ആണോ വേറെന്താ ജ്യൂസ് ആണോ? കണ്ട സാധനം ഇതാണ് മോനോ. ഇതാണ് എയർപോർട്ടിന്റെ സിഗ്നലൊക്കെ ഉണ്ടായിരുന്നില്ലേ?
അതാ ചേളാരി ഗ്യാസ് പ്ലാന്റിന്റെ കുറച്ച് ബാക്കിലൂടെയാണ് പോകുന്നിട്ടാ. വലിയ ഭാഗങ്ങൾ തന്നെയാണ്. ഗ്യാസ് പ്ലാന്റ് ശരിക്കും സൈഡൊക്കെ എയർപോർട്ട് പോലെ നല്ല സേഫ്റ്റി ആയിട്ട് വഴി പേച്ചു പോയ ഒരു സ്ഥലത്ത് അടിപൊളി സ്ഥലം അല്ലേ? അത് വീട് എടുക്കണ്ടേ അടിപൊളി. അഞ്ഞു വരുമ്പോ എടുക്കണട്ടാ. ആ റോഡാണ്. ആ കേട്ടിട്ട് കയറിയാ മതിയെന്ന്. ആ നമുക്കറിയില്ല. അപ്പോ പിന്നെ ഇപ്പൊ ഇവിടെ എത്തി. നേരെ പോവാ. കടക്കാട്ടുപാറ കടവൊക്കെ ഉണ്ട് അല്ലേ? ഒലിപ്രം കടവ്. പിന്നെ ഇഷ്ടംപോലെ മാങ്ങണ്ട്. അല്ലോ 3 kg 100 മാങ്ങന്റെ പൊടിപ്പൂരം. കാണാ. അപ്പൊ പള്ളിപ്പടി എത്തിയിട്ടുണ്ട്. അപ്പൊ ആ കാണുന്നതാണ് ഇവിടുന്ന് ഒരു കുബ്ബ ഇങ്ങനെ കാണുന്നതാ. കണ്ട അതാണ് മോനോ പോകുന്ന പള്ളി. രസമുണ്ടല്ലേ? പള്ളിന്റെ വർക്കുകളൊക്കെ ഇങ്ങനെ ഏകദേശം തീരാനായിട്ടുണ്ട്. മുഴുവനായിട്ടില്ല. വൈറ്റ് വാഷ് ഒക്കെ ചെയ്തല്ലേ. പഴയ പള്ളി പുതുക്കി പണിഞ്ഞാണ്. ഇവിടെ ഒരു യാറുണ്ട് കേട്ടോ അല്ലെ? ഒരു യാറുണ്ട് ഇവിടെ അല്ലേ? ആ അപ്പൊ ഈ പള്ളിയിലാണ് മോന് പഠിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ഉള്ളിൽ പോയി നോക്കാം. വലിയ പള്ളി തന്നെയാണ്. ഇതാണ് ഒരു ഗേറ്റ് ഇട്ട് അവിടെ. പഴയ ഗേറ്റാണ്. അവിടെ അല്ല. ഇവിടെ ഒരു യാറുണ്ട് ഇവിടെ ഇട്ടാ. നേർച്ചപ്പെട്ടി കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ഉണ്ട്. ജാറല്ലേ? ജാറം. ഈ സൈഡ് കൂടെ അപ്പുറത്ത് കൂടെ ഫ്രണ്ടേജ് അങ്ങനെയാണല്ലേ? അല്ല മെയിൻ ഗേറ്റ് എവിടെ? ആ അത് ശരി. ഫ്രണ്ടേജ് തന്നെയാണ് അത്. പക്ഷെ വണ്ടി കയറാൻ പോകുന്ന ഗേറ്റ് ഇവിടെ ആണ് അല്ലേ? ഇതിൽ കൂടി ഇങ്ങനെ പോകുന്നത് ഖബർസ്ഥാനാണ്. അസ്സലാമലൈക്കും ദാറക്കൊമ്മിനി. അത്യാവശ്യം നല്ല വലിയ പള്ളി തന്നെ കേട്ടാ. കണ്ടില്ല നിങ്ങള്? ആ രണ്ടാമത്തേല് ആ 3 നില ഉള്ളല്ലേ? ആ ഇതും 3 നില തന്നെയാണ്. അവിടുന്ന് എയർപോർട്ട് ഫ്ലൈറ്റ് പൊന്തുന്നതാണൊക്കെ കാണാ. പരുന്ത് 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 പോണേ. കുറച്ച് വേണ്ട പോവാ. ഒരു പരുന്ത് വെള്ളം കുടിച്ചാൽ വന്നല്ലേ? പള്ളിയിലെത്തിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് പള്ളിയിലെത്തിയിട്ടുണ്ട്. അവിടെ നിസ്കാരം നടന്നോണ്ട് ലോറസ്കാരം. ഇനി ലോറ് നിസ്കരിച്ചിട്ടേ ഞങ്ങളുടെ പോരുള്ളൂ. ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇറങ്ങാ. അപ്പൊ ഞങ്ങള് ഇറങ്ങി പോയേക്കട്ടെ. ബാഗ് എടുക്കല്ലേ? ബാഗ് എടുക്ക. ഇറങ്ങിക്കോ. അപ്പൊ ഈ കാണുന്ന ഈ ഏറ്റവും മേലാണ് മോനെ റൂം. ഈ ഏറ്റവും മേലുള്ള ഈ റൂമിലാണ് അവർ നിൽക്കുന്നത്. പള്ളിനോട് ചാരിയിട്ട് തന്നെ കേട്ടോ അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ. പള്ളിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം ഇനിയും ബാക്കിയുണ്ട്. ഏകദേശമൊക്കെ തീർന്നു കേട്ടോ. അത് ക്ലാസ് റൂമാ? ഇവിടെ നിങ്ങൾ ക്ലാസ്? ഇവിടെ ക്ലാസ് അല്ലേ? ഇവിടെ ദർശനം നടക്കല്. ആ അപ്പൊ സാധാരണ സ്കൂളത്തൊക്കെ പോലെ തന്നെയാണ് ഇവിടെ ക്ലാസ് നടക്കലില്ലേ? അപ്പൊ ഇവിടെയാണ് മോനുള്ള ഇതിന് മേരും വേറെ വേറെ ക്ലാസ്സുകളുണ്ട്. മോനു ഈ ക്ലാസ്സിലാ? അപ്പൊ മോനുവിന്റെ ക്ലാസ്സാണ് ഇത് കേട്ടോ. മേരി ഉണ്ടല്ലേ? ഇതിന് മേരി വേറെ ക്ലാസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല സുഖമാണ് കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാനൊക്കെ.
ശരിക്കും ഒരു സ്കൂളിലും മദ്രസയിലൊക്കെ ഉള്ള പോലെ തന്നെ ഉണ്ട് അല്ലേ? അടിപൊളിയാ. ക്യാൻറ്റീനോ? ആ ഇതാണ് ക്യാൻറ്റീന്. ഇവിടെയൊക്കെ ഇരുന്നാണ് ഫുഡ് കഴിക്കൽ. ഇവിടെയൊക്കെ ഫുഡ് കഴിക്കാനുള്ള സൗകര്യമാണ്. കുട്ടികൾക്കൊക്കെ നല്ല സുഖാട്ടാ. കുട്ടികൾക്ക് കുളിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളാണ് ഈ കാണുന്നത്. ബാത്റൂം കാര്യങ്ങൾ. തിരുമ്പാനത്തെ വലിയ കല്ലുണ്ട് കേട്ടാ. പോരാ തിരുമ്പാൻ വലിയ കല്ലുണ്ട്. തിരുമ്പാൻ ഇഷ്ടംപോലെ സൗകര്യമില്ല മാളോ ഉണ്ടോക്കാം. ഇതാണ് ഭയങ്കര സംഭവം. ഇതിൻ്റെ ഉള്ളിലൊക്കെ തിരുമ്പാ കുളിച്ച എല്ലാം ഗണ്ടങ്ങള് നല്ല. ഇത് കണ്ടിട്ട് ഞങ്ങൾ 10 ആക്കി നിന്നാണ് തിരുമ്പാ തിളങ്ങും പലങ്ങും അല്ലേ? കിണർ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ഇതാ ക്യാൻറ്റീന് നേരെ അപ്പുറം കാണണേ. അതിൻ്റെ മേലൊക്കെ ക്ലാസ്സുകളല്ലേ? അല്ലേ അതിൽ കൂടി ഇങ്ങനെ കയറിപ്പോയാൽ മേലൊക്കെ ക്ലാസ്സുകളാണ്. ഇവിടെയൊക്കെ ക്ലാസ് എടുക്കണം. ഈ പള്ളിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട് ഒരു മക്കാമുണ്ട് കേട്ടാ. ലാലു ജുമലല്ലി മക്കാം. മൊയ്തീൻ തങ്ങളുടെ മക്കാമാണ്. ഇതാ കണ്ടത്. ഇവിടെ ജാറുണ്ട് കേട്ടാ. സയ്യിദ് അലി അക്ബർ മുത്തുക്കോയ ജമലുല്ലൈലി തങ്ങൾ വഫാത്ത്. ഇവിടെ അടച്ചിട്ടിരിക്കുകയാണ്. ജമലുല്ലൈലി മക്കാം ഷെരീഫ്. ഇപ്പോൾ ഇവിടെ ചെറിയ ഒരു ജാറം കാണുന്നുണ്ട് കേട്ടാ. കണ്ടില്ലേ? തുറക്കണമെങ്കിൽ തുറക്കാതെ പോകണം ഇവിടെ കേട്ടാ. ഇതാണ് ഇവിടുത്തെ വലിയ ജാറട്ടാ. കണ്ടില്ലേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഇൻഷാ അല്ലാഹ്. അപ്പം ഇനി നേരെ പള്ളിക്ക് തന്നെ പോകട്ടാ. അതാ മോന് മേലെത്തിയിട്ടുണ്ട്. സൂം ചെയ്താട്ടാ. ഞങ്ങൾ പോട്ടെ. ടാറ്റ കൊടുത്താ. അസ്സലാമു അലൈക്കും. പൊന്നോ ഇത് നാട്ടിലെന്തേ പറഞ്ഞ ആ കാണുന്ന കോണി എന്താന്ന് പറഞ്ഞേ? എന്തിന്റെ കോണിയാ? ലീഗിന്റെ കോണി. ലീഗിന്റെ കോണിയാണ് ആയിരിക്കും കേട്ടാ. പിന്നെ എങ്ങനെയുണ്ട് മോനിന്റെ പള്ളിയൊക്കെ? കോടിഞ്ഞ പള്ളി ഇതാ രസം. ഏതാ രസം? നല്ല രസമുണ്ടാ? ഇത് രസമുണ്ടല്ലേ? മോനല്ല നിക്കണേ. ആ നിക്കണ മോനല്ലേ? പോയിട്ടാ ചോറൊന്നും വേണ്ടിട്ടാ ചോറ്. അപ്പൊ മോനുവിനെ ദർസിലാക്കിയിട്ട് ഞങ്ങള് തിരിച്ചു പോവാണ്. ഓൻ ക്യാൻറ്റീനിക്ക് പോയി കാണും. ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പൊ പള്ളിയൊക്കെ ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട് നോക്കിയ പള്ളി? അടിപൊളിയാ, കുഴപ്പമൊന്നുമില്ല. പിന്നെ സൗകര്യങ്ങളൊക്കെ നല്ല സ്നേഹമുള്ള ഉസ്താദാണ്. മോനും ആ ഉസ്താദ് തന്നെ വേണം തന്നെയാണ് ഇപ്പൊ ഇങ്ങോട്ട് പോകുന്നത്. ഉസ്താദ്മാരെ സ്നേഹം ഉണ്ടായ പിന്നെ എവിടെ പോയാലും അതാണ് മെയിൻ സന്തോഷം. കുട്ടികളൊക്കെ കെയറിങ് ഉണ്ട്. അപ്പൊ ഞങ്ങള് പോവാണ്. അപ്പൊ ഞങ്ങള് തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഇൻഷാ അല്ലാഹ് കേട്ടോ. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ ഒക്കെ കമന്റ് കൂടി ഒക്കെ വന്നാൽ മതി. പള്ളി അറിയണമെന്നുണ്ടെങ്കിൽ ചേളാരി KM മൊയ്യുദ്ദീൻ പള്ളി എന്നാണ് പള്ളിയുടെ പേര്. പള്ളിയും തൊന്നല്ലേ നമ്മള് നോക്കണേ. നമ്മള് ഉസ്താദും നമ്മളെ കുട്ടികളെ കൊണ്ടടക്കുന്ന ഉസ്താദ് ഉണ്ടല്ലോ, നല്ല ഉസ്താദ്. ചേളാരിന് കുറച്ചുകൂടി പോരാനുള്ളൂ. പള്ളിപ്പടി എന്നാണ് പേര്.
ആവശ്യമുള്ളവരെ കമന്റ് ചെയ്ത് ഇവിടെ സൗകര്യങ്ങൾ ഉണ്ടെന്നാ പറഞ്ഞ് കയറാനുള്ള സൗകര്യങ്ങൾ, പിന്നെ നല്ല അടിപൊളി ടീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ട്യൂഷൻ കാര്യങ്ങളുണ്ട്, കുട്ടികളുടെ സ്കൂളിന് വേറെ ട്യൂഷൻ ഉണ്ട്, പിന്നെ കമ്പ്യൂട്ടർ ലാബ് ഉണ്ട്, എല്ലാം ഉണ്ട്. ഒന്നും പറയാനില്ല. നല്ലൊരു വിദ്യാഭ്യാസം, നല്ലൊരു അറിവ് കിട്ടാന്, നല്ലൊരു അല്ലേ മതപരമായിട്ടും ഭൗതികം എല്ലാം നല്ലൊരു പിന്നെ പള്ളിയാണെന്ന് തോന്നി എനിക്ക്. കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ. നല്ല ഉസ്താദ്, നല്ല ടീച്ചേഴ്സ്, എല്ലാ സൗകര്യമുണ്ട്. ഓക്കെ, ഞങ്ങൾ പോവാണ്. അപ്പൊ ആവശ്യക്കാർക്കൊക്കെ ഒന്ന് ആവശ്യപ്പെടട്ടെ, ഈ ചാനലൊക്കെ ഒന്ന്, ഈ വീഡിയോ ഒന്ന് എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കും. ആവശ്യമുള്ളവർക്ക് ഉപകാരപ്പെടില്ല. ചേർക്കാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ധൈര്യത്തിൽ കൊടുന്ന് ചേർത്തോണ്ടി. നമ്മളെ കൊടിഞ്ഞ പോലെ തന്നെയാണ്, നല്ല പള്ളിയാണ്. ഏത് പള്ളിക്ക് പോയാലും നമ്മളെ ഉസ്താദല്ലേ, വരാനും പോകാനൊക്കെ സുഖല്ലേ. ചേളാരി ബസ് പള്ളിയിൽ ഇവിടൊക്കെ ബസ് വരും, നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്. സ്കൂളും അടുത്താണെന്ന് പറഞ്ഞത്, നടക്കാനുള്ളൂ. അപ്പൊ എല്ലാം കൊണ്ടും അടിപൊളിയാണ്. അപ്പൊ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായം കമന്റിലൂടെ അറിയിക്കുക കേട്ടോ. നാളെ ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. പൊന്നോ ബൈ ബൈ. അപ്പൊ നമ്മളെ ചേളാരിയിലാണല്ലേ മോനുവിനെ ഇറക്കി തിരിച്ചു പോകുമ്പോൾ ഈ സൈഡിൽ നിന്നാണ് കിട്ടിയത് ഈ പള്ളി. നല്ല ഭംഗിയുണ്ട് കാണാൻ. ശരിക്കും ഒരു ഗൾഫിൽ നിന്ന് കാണുമ്പോഴുള്ള ലുക്ക് ഉണ്ട് അല്ലേ, അടിപൊളി, മാഷാ അല്ലാ. അപ്പൊ എന്താണ് പള്ളിമല്ല പൊന്നോ? കുംഭ പള്ളിന്റെ കുംഭ. ആ പള്ളിക്ക് കുംഭാക്കിയത് വലിയ കുമ്പുണ്ട് പള്ളിക്ക്. ചേളാരി ചേരാളി പൊന്നോ, ചേരാളിയുള്ള പള്ളിയല്ലേ? ആ പള്ളിക്ക് എന്താ ഉള്ളത്? കുംഭ കണ്ടില്ലേ, എത്ര വലിപ്പുണ്ട്. കുബ്ബാന്ന് പറയണേ, പള്ളിയിലെ കുംഭ. നമ്മളോടൊക്കെ പോയി ചേരാളി പോയി, ചേരാളി പള്ളി പോയി. ചേരാളി പള്ളിയിൽ മോനിനെ കൊണ്ടാക്കി പോന്നു. തിരിച്ചു പോരുമ്പോഴൊരു പള്ളിയുടെ കുംഭ കണ്ടു. ഇപ്പാന്റെ കുമ്പന്റെ ആയിക്കിണ്ടത് ഇതൊക്കെ ഇപ്പൊ കേക്കുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ ഈ വർത്താനം കേക്കൂലേ. അപ്പൊ നമുക്ക് എന്നെടുത്ത് കാണത്. വർത്താനം കേക്കൂല.